ഹായ്, വെൽക്കം ബാക്ക്. സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട എക്സസൈസാണ് പറഞ്ഞു തരുന്നത്. കുറച്ച് പ്രായമായ ആൾക്കാർ നടക്കുമ്പോൾ അവരുടെ ബാലൻസ് ഇല്ലാതെ വേച്ച് പോകുന്നതിലെ തോന്നത്തില്ലേ, അപ്പം അവരുടെ ബാലൻസ് ആൻഡ് കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ എക്സസൈസാണ് ലെഗ് ബർഗ് എക്സസൈസ്. ബർഗ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാതെ മൂട്ട അങ്ങനെയുള്ളത് തന്നെയാണ് ബർഗ് എന്ന് പറയുന്നത്. അത് ചത്തൊക്കെ ഇങ്ങനെ മലർന്ന് കിടക്കുമ്പോൾ കൈയും കാലൊക്കെ കാലിരിക്കുന്നത് കൈ താന്നിരിക്കുന്നു, അങ്ങനെ ഒടിഞ്ഞു പടങ്ങിയൊക്കെ ഇരുന്ന് പോയില്ലേ, അതുപോലെ ഒരു തോന്നുന്നതുകൊണ്ടാണ് ഈ എക്സസൈസിന് ലെഗ് ബർഗ് എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മൾ ഓപ്പോസിറ്റ് കാല് ഓപ്പോസിറ്റ് കൈയാണ് ഒരേ സമയം മൂവ് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക നമുക്ക് ശ്രദ്ധ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഈ നെർവസ് സിസ്റ്റമൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കും. അതുവഴി നമ്മുടെ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയറിൻ്റെ കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുവഴി ബാലൻസ് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും. അങ്ങനെ നന്നായിട്ട് നടക്കാൻ സഹായിക്കുന്ന എക്സസൈസാണ്. അപ്പം കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അതുകൊണ്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട, ഷെയറും ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നിവർന്ന് കിടക്കണം. എന്നിട്ട് കാല് രണ്ടും നിങ്ങൾ ഇങ്ങനെ ഉയർത്തുക, തലയ്ക്ക് പാർന്നതായിട്ട് ഉയർത്തുക, കൈ ഇങ്ങനെ ഉയർത്തുക. ഓക്കെ, എന്നിട്ട് ആദ്യം നിങ്ങൾ ഒരേ വശത്തുള്ള കാലും കൈയും മൂവ് ചെയ്യിക്കുക. കാൽ ഇങ്ങോട്ട് വെക്കുന്നു, കൈ ഇങ്ങോട്ട് വെക്കുന്നു, മറ്റേ കാലിങ്ങനെ തന്നെ. ഇത് ഇങ്ങനെ ചെയ്യാൻ ഈസിയാണ്. ഈ കൈ വെക്കുമ്പോൾ ഇത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. മനസ്സിലായില്ലേ? ഒരേ സൈഡിലുള്ള കാലും കൈ മൂവ് ചെയ്യിക്കുക. 1, കൈ പുറകോട്ട്, കാല് താഴോട്ട്. 2, 3, 4. ഇങ്ങനെ ചെയ്യും. ഇത് താരതമ്യേന ചെയ്യാൻ ഈസിയാണ്. പക്ഷെ നമ്മുടെ ബാലൻസ് ആൻഡ് കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കാലാണ് താങ്ങുന്നതെങ്കിൽ ഓപ്പോസിറ്റ് കൈ താക്കണം. അങ്ങനെ ചെയ്യണം. അതല്പം ബുദ്ധിമുട്ടാണ്. ആദ്യം നമ്മളൊന്ന് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക, പിന്നെ നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് കാണിക്കാം. ഓക്കെ, കാല് രണ്ടും ഇതുപോലെ തറയ്ക്ക് പാരലായിട്ട് ഇങ്ങനെ പൊക്കി, കൈ രണ്ടും ഇതുപോലെ ഉയർത്തി. ഓക്കെ, ഞാൻ ലെഫ്റ്റ് ലെഗും റൈറ്റ് ഹാൻഡ് പാർട്ട് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, മറ്റേ കാലിൻ്റെ കൈ ഇങ്ങനെ നിൽക്കണം, ഉയർത്തി. പിന്നെ വലത് കാല് ഇടത് കൈ. മനസ്സിലായില്ലേ? ഓപ്പോസിറ്റ് കാലും കൈയുമാണ് താക്കുന്നത്. ഉയർത്തിക്കൊണ്ടുവന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. മനസ്സിലായില്ലേ? ഇത് ഫസ്റ്റ് ടൈം ബുദ്ധിമുട്ടായിരുന്നു. ശ്രദ്ധിച്ച് ചെയ്തിട്ട് ഈ രീതിയിൽ ഓപ്പോസിറ്റ് കാലും കൈയ്യെ മൂവ് ചെയ്യിക്കുക. ആദ്യത്തേത് കുറച്ച് ഈസിയാണ്, പക്ഷെ രണ്ടാമത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊന്ന് കെയർഫുൾ ആയിട്ട് ചെയ്യണം. കാരണം വലത് കാല് താക്കുമ്പോൾ ഇടത് കൈയാണ് താക്കുക. മനസ്സിലായി? ഓപ്പോസിറ്റ് സൈഡിലെ കാല് കൈ താക്കുക. ഇത് നമ്മുടെ ഈ കോർഡിനേഷൻ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയർ കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുവഴി നമ്മുടെ ബാലൻസ് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ചൊരു 55-60 ഒക്കെ കഴിഞ്ഞവർ ഈ എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.